We'll find that the new lesson, fire, friend and foe. What do you mean by foe? Enemy. But this chapter, when you read this chapter, you have to consider two things. Who is a friend and who is an enemy? Okay, what does a friend do? What does an enemy do? So keep that in mind and just consider fire. Okay. So a friend always is helpful to you, gives you company, and I was reading in the newspaper yesterday that psychiatrist was telling, he's a world famous psychiatrist, he was telling the most important thing a man needs is a friend. You know the importance of friend. അപ്പോൾ ആ ഫ്രണ്ടിനോടാണ് ഫയറിനെ വിളിച്ചത്. So you know how useful he is, how dependent we are on our friend. Okay? അത് തന്നെ who is an enemy? നേരെ ഓപ്പോസിറ്റാണ്. ഫ്രണ്ടിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഫയറിനോട് കളിക്കുമ്പോൾ എന്തായാലും ഫ്രണ്ടും എനിമിയും ആയ ഒരാളിനടുത്ത് കളിക്കുന്ന പോലെയാണ് നമ്മൾ ഫയറിനോട് കളിക്കുന്നത്. എനിമി ആയ ആളുടെ അടുത്ത് നമ്മൾ എപ്പോഴും പോയിരിക്കുമോ? ഇല്ല, എപ്പോഴും സൂക്ഷിച്ചിടപെടും. എന്നാൽ പിന്നെ വലിയ പ്രശ്നം ഉണ്ടാവില്ല അല്ലേ? So keep this in mind while reading this lesson. You know the meaning of foe, that is enemy. Okay? Fire is both useful and dangerous. What is fire? How did we discover it? How do we control it? You have to understand all this. See, as far as I know, primitive man, that is old age man, അവരെങ്ങനെയാണ് ഫയർ കണ്ടുപിടിച്ചത്? Either during lightning they saw fire, or when stones and all was rolling down and it got stuck to other stones, അപ്പോൾ ചെറിയ സ്പാർക്ക് ഉണ്ടായി. അപ്പോൾ അത് കണ്ടപ്പം they started rubbing it. റബ്ബ് ചെയ്തപ്പോൾ പെട്ടെന്ന് ഏതോ ഒരു പൊസിഷനിൽ റബ്ബ് ചെയ്താൽ ഫയർ വാസ് കമ്മിങ്. ആൻഡ് അതാണ് ഒറിജിൻ ആണ് ആസ് ഫാർ as I think. ഓക്കെ, അവിടെ നിന്ന് തുടങ്ങുന്നു സ്റ്റോറി ഫയറിൻ്റെ. ഓക്കെ, മാൻ്റെ ഇൻവെൻഷൻസ് മുഴുവൻ ഫയറിനുമായി ബന്ധപ്പെട്ടിരിക്കുക. സോ ലെറ്റ് us see what makes it an enemy. Early man didn't know what fire was, but he must have seen the damage it could cause. He must have watched lightning and volcanoes long before he began to use fire himself. Fire was powerful and dangerous, and he was frightened. That's it. I told you, right? First originated in like from lightning and volcano. ഇത് രണ്ടിലും ഫയർ ഉണ്ട്, അത് നമുക്കറിയാം അല്ലേ? മിന്നൽ വെട്ടുമ്പോൾ ലൈറ്റ് തന്നെയല്ലേ വരുന്നത്, തീയായിട്ടാണ്. അപ്പം അത് തന്നെ വോൾക്കനോ ഉണ്ട്, ആദ്യം തീ പോലെയല്ലേ പൊട്ടിത്തെറിച്ച് വരുന്നത്. അപ്പം അതിൻ്റെ ഡിസ്ട്രക്ഷൻ അവർ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. ഒരു ദേശം മുഴുവൻ ഒരു വോൾക്കനോ കൊണ്ട് നഷ്ടപ്പെടില്ല. അതുപോലെ ഒരു ലൈറ്റ്നിങ് ആണെങ്കിൽ ഒരാളെ നിമിഷ നേരം കൊണ്ട് മിന്നലടിച്ചിട്ട് മരിച്ചു എത്ര പേപ്പറിൽ കാണുമ്പോൾ നമ്മൾ എത്രയൊക്കെ പ്രിക്കോഷൻസ് എടുത്തിട്ടും. അപ്പം മിന്നലിൻ്റെ ശക്തി ഭയങ്കരമാണ് അല്ലേ? അപ്പോൾ ഏർലി മാൻ understood, did not find what is the use of it, but they found it is dangerous. അപ്പം ആദ്യം അപകടം മനസ്സിലാക്കിയിട്ടാണ് തീനോട് അവർ കളിച്ചത്. അതുകൊണ്ട് തന്നെ അവർ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവണം. ഓക്കെ, fire may have puzzled early man, but we now know that fire is the result of a chemical reaction. Puzzled എന്ന് പറഞ്ഞാൽ നമുക്ക് പിടിതരാത്തൊരു കാര്യം അല്ലേ? എന്താണ് വ്യക്തത വരുന്നത്? നല്ലതാണോ എന്ന് വെച്ചാൽ നല്ലതാണ്, പക്ഷെ ചീത്തതല്ലേന്ന് വെച്ചാൽ ചീത്തതുമാണ്. അപ്പം അങ്ങനെ ഒരു പിടിതരാത്തൊരു കാര്യമാണ്. ബട്ട് നമ്മൾക്കിപ്പോൾ അറിയാം ഫയർ ഇസ് എ റിസൾട്ട് ഓഫ് കെമിക്കൽ റിയാക്ഷൻ അല്ലേ? അത് കെമിക്കൽ റിയാക്ഷൻ, ഫിസിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബേണിങ് എ കാൻഡിൽ ആസ് എ ഫിസിക്കൽ റിയാക്ഷൻ എന്ന് വെച്ചാൽ കാൻഡിൽ ഉരുകുമ്പോൾ എന്താ പറ്റുന്ന വാക്സ് ആയിട്ട് മാറും. അത് പിന്നെ ആ ഷേപ്പിലേക്ക് മാറ്റാൻ തന്നെ പറ്റുമല്ലോ. പക്ഷേ ബേണിങ് ഓഫ് പേപ്പർ നോക്കൂ, പേപ്പർ ബേൺ ചെയ്ത കെമിക്കൽ റിയാക്ഷനാണ്, പിന്നെ തിരിച്ച് പേപ്പറിലേക്ക് മാറാൻ പറ്റില്ല. അപ്പം ഇപ്പം നമുക്കറിയാം ബേണിങ് എന്ത് തന്നെയായാലും കെമിക്കൽ റിയാക്ഷനാണ് അല്ലേ? നൗ when the oxygen in the air combines with carbon and hydrogen in a fuel, a chemical reaction takes place. അതാണ് ശരിക്കുള്ള ഫോം. ഓക്സിജൻ, എയറിൽ ഓക്സിജൻ ഉണ്ട്,
ഈ ഫ്യൂവലിൻ്റെ ജോലിക്ക് വിറകാണെങ്കിലും നമ്മൾ ആ പെട്രോൾ ഡീസൽ എന്തെയും അതിലുള്ള ഹൈഡ്രജനും കാർബൺ ഇത് രണ്ടും കൂടെ ഹൈഡ്രജൻ കാർബൺ മിക്സസ് വിത്ത് ഓക്സിജൻ ഇല്ലേ, അപ്പോഴാണ് കെമിക്കൽ റിയാക്ഷൻ നടത്തുന്നതും തീ ഉണ്ടാവുന്നതും. ഓക്കെ, എനർജി ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് ആൻഡ് ലൈറ്റ് ഇസ് റിലീസ്ഡ് ഇൻ ദ പ്രോസസ്. ദിസ് ഇസ് വാട്ട് വി കോൾ ഫയർ. അപ്പം ശരിക്കും ഒരു സയൻസ് ക്ലാസ്സിൽ ഇരിക്കുന്ന പോലെ എന്തായാലും ഈ ഒരു സയൻസ് ക്ലാസ്സിൽ ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ മനസ്സിലാക്കുന്നത് എന്താണ്? ഓക്സിജൻ when it reacts with hydrogen and the carbon in the fuel, the chemical reaction takes place and it gives out heat and light. അല്ലേ, തീ കത്തുമ്പോൾ ഹീറ്റും ലൈറ്റും ഉണ്ടാവില്ലേ? അതിനാണ് ഫയർ എന്ന് പറയും. ഓക്കെ, 3 things are needed to make fire: fuel, oxygen and heat. എന്തൊക്കെ വേണം? ഫ്യൂവൽ വേണം. ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ അടുപ്പ് കത്തിക്കുകയാണെങ്കിൽ വിറക്, അതാണ് എൻ്റെ ഫ്യൂവൽ. പിന്നെ നമ്മൾ വണ്ടി കൊണ്ട് വേറെ എന്തും കത്തുകയാണെങ്കിൽ ആ സാധനങ്ങളാണ് എൻ്റെ ഫ്യൂവൽ. ഓക്കെ, പിന്നെന്ത് വേണം? എയർ ഉണ്ടാവണം അവിടെ, ഓക്സിജൻ. നിങ്ങൾ കണ്ടിട്ടില്ലേ കത്തുന്ന ഒരു പേപ്പറിൻ്റെ മുകളിൽ പെട്ടെന്ന് ഒരു ഗ്ലാസ് കമത്തി വെച്ചുകൊണ്ട് കെട്ടുപോകുന്നത് എന്തുകൊണ്ടാണ്? ഓക്സിജൻ ഇല്ലാത്തതുകൊണ്ട് കമത്തി വയ്ക്കുമ്പം ഓക്സിജൻ അങ്ങ് ബ്ലോക്കായി പോകുമല്ലോ, അതുകൊണ്ടാണ് കെട്ടുപോകുന്നത്. അപ്പം എന്തൊക്കെ വേണം? ഫ്യൂവൽ വേണം, ഓക്സിജൻ വേണം, ഹീറ്റ് വേണം. അപ്പം നമ്മൾ ആദ്യത്തെ പാഠം നമുക്ക് തന്നെ മനസ്സിലായി എന്താണ്? ഈ അപകടം വരുമ്പം എന്ത് ചെയ്താൽ മതി? ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇല്ലെങ്കിൽ, അതായത് ഓക്സിജൻ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഫ്യൂവൽ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഹീറ്റ് ഇല്ലെങ്കിൽ, ഇത് ഏതെങ്കിലും ഒന്നും ഇല്ലെങ്കിൽ അവിടെ ഒന്നും ഉണ്ടാവില്ല, ഫയർ ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ആയിരിക്കണം രക്ഷപ്പെടുത്തുന്നത്. ഓക്കെ, wood, coal, cooking gas, and petrol are some examples of fuel. ഇപ്പോൾ ഫ്യൂവൽ എന്താണെന്ന് അറിയാതിരിക്കില്ല. wood, coal, കൽക്കരി, coal, cooking gas and petrol are some examples of fuel. Oxygen comes from the air. That's why when you blow on smoldering paper, എന്താ ഈ smoldering paper? മെല്ലെ കത്തുന്നതുണ്ടാവില്ലേ, അധികം എരിഞ്ഞെരിഞ്ഞ് കത്തുന്നത്, അതാണ് സ്മോൾഡറിംഗ് എന്ന് പറയാതിനാണ്. ഓക്കെ, smoldering paper, it often bursts into flame. അതിങ്ങനെ എരിഞ്ഞെരിഞ്ഞ് കത്തും. പക്ഷെ നമ്മൾ ഇതിങ്ങനെ ഊതിക്കഴിഞ്ഞാൽ എന്താ, അതിങ്ങനെ ശരിക്കും കത്തില്ല. കാരണം എന്താ, നമ്മൾ വായു കൊടുക്കുന്ന എയറിൽ ഓക്സിജൻ ഉള്ളത് കൊണ്ട്. ഓക്കെ, അപ്പോൾ ഈ എരിഞ്ഞ് കത്തുന്നത് നമ്മൾ തീയൊക്കെ കത്തിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ കെടാനാകുമ്പോൾ കണ്ടില്ലേ അമ്മ ഊതുന്നതിനാണ്. അതുവരെ സ്മോൾഡർ ചെയ്തത് ശരിക്കും ഊതിക്കുന്നത്, കാരണം നമ്മൾ എയറിൽ ഓക്സിജൻ ഉള്ളത്. ഓക്കെ, the third thing needed to make fire is heat. Fuel and oxygen do not make fire by themselves, or else a newspaper or a stick lying in the open would catch fire on its own. അതല്ലേ കറക്റ്റ്? നമ്മൾ തീപ്പെട്ടീൻ്റെ കൊള്ളി എവിടെ വെച്ചാൽ അത് കത്തുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പം എന്ത് വേണം? ഹീറ്റ് വേണം. അത് വെച്ചിട്ട് സ്പാർക്ക് വരണം, എന്നാലേ തീപ്പെട്ടിക്കൊള്ളി കത്തുള്ളൂ. അതന്നെ പേപ്പറിൽ കത്താവുന്ന സാധനമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എവിടെ വെച്ചാലും അതിൻ്റെ ഹീറ്റ് വേണം, എന്നാലേ കത്തും. So you understood all that, right? Now moving on to burn paper or wood. We heat it before it catches fire. We generally do it with a lighted match. Every fuel has a particular temperature at which it burns. This temperature is called the flash point or kindling temperature. So in chapter മാത്രം you have to understand certain things. Our first portion തീ കത്താൻ എന്തൊക്കെ വേണം? 3 things you need. എന്തൊക്കെ വേണം? ഓക്സിജൻ വേണം, പിന്നെ ഫ്യൂവൽ വേണം, ഹീറ്റ് വേണം. സെക്കൻഡ് പോർഷനിൽ എല്ലാ ഫ്യൂവലിനും കത്താനായിട്ട് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ വേണം. പേപ്പർ കത്തുന്ന സ്പീഡിൽ നമ്മൾ മട്ടയിൽ കൊണ്ടുപോയി കത്തിച്ചാൽ കത്തും, ഇതായി പറയും. അപ്പം അതിന് പേപ്പർ ഇട്ടേയും വന്നിട്ട് കത്തൂലേ? പക്ഷെ മട്ടലെന്താ അറിയില്ലേ? തെങ്ങിൻ്റെ ദാറ്റ്സ് ഇറ്റ്. അത് വെച്ചിട്ട് കത്തുമ്പോൾ കുറച്ച് ടൈം എടുക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ഫ്യൂവൽ കത്താൻ ഇറ്റ് ടേക്സ് ടൈം. അതുകൊണ്ട് അതപ്പം കിൻഡ്ലിംഗ് ടെമ്പറേച്ചർ എത്തിയിട്ടില്ല, അതുകൊണ്ട്. ഓക്കെ, it is sometimes said that a fire is a good servant but a bad master. അത് കറക്റ്റാണ്. See, if you have a servant വെക്കാൻ ലയബിൾ ആയിട്ടുള്ള ആരാന്ന് വെച്ചാൽ ആ സെർവൻറ്റിനെ ശരിക്കും വെക്കാൻ അർഹതയുള്ളവരെ വെക്കാവുള്ളൂ. അല്ലെങ്കിൽ എന്താ, ആ വൃത്തിയും കയറി യജമാനെ തലയെ കയറിയത് ഇല്ലേ, അതാണ്. അപ്പം അവനെ നിർത്തേണ്ട അവിടുത്തെ നിർത്തിയാൽ നമുക്ക് ഉപയോഗമുള്ള എല്ലാ കാര്യങ്ങളും അവൻ ചെയ്യും.
അതല്ല അവനെ തോന്നിയ പോലെ വിട്ടാൽ അവൻ നമുക്ക് എല്ലാ ബുദ്ധിമുട്ടുകളും ചെയ്യും, ഒന്നിക്ക് നമ്മളെ കയറി വരികയും ചെയ്യും. അപ്പം അതാണ് പറയുന്നത്, തീനെ നമ്മളൊരു ഗുഡ് സെർവൻ്റ് ആയിട്ട് കാണും. പക്ഷെ നമ്മളെ മാസ്റ്റർ ചെയ്യാൻ പറ്റും. മാസ്റ്റർ ചെയ്യാൻ വിട്ടാൽ അപകടം തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കെ, so the bad master only means that fire is very useful as long as it is kept under control. For instance, we use it to cook our food, warm our homes in winter, and to generate electricity. But on the other hand, if fire gets out of control, it can be very dangerous. Each year, thousands of homes and shops are damaged by fire. Vast areas of forest are also destroyed and hundreds of people are killed or injured. So in this paragraph, I told you there is something to be learned from each paragraph. Okay, so in this paragraph, what they are saying about the distractions. And distraction on our word in the vast and destructive capacity. ഇപ്പം കോഴിക്കോട് ജീവിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക്, ആസ് വി ആർ ഫ്രം കാലിക്കറ്റ്, എത്ര പ്രാവശ്യം ആ മുട്ടായത്തിൻ്റെ തീപിടിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ പേപ്പറിൽ കാണില്ലേ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം. പക്ഷെ അത്രയും സാധനങ്ങൾ നിമിഷ നേരം കൊണ്ട്. കഴിഞ്ഞ പ്രാവശ്യം മറ്റേ സപ്ലൈക്കോയിൽ തീപിടിച്ചപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, വെളിച്ചെണ്ണ ക്യാനെങ്ങാണ്ട് അത് തീപിടിച്ചത്. അപ്പം എന്താണെന്ന് വെച്ചാൽ അത് ഒന്ന് തീപിടിക്കുന്നത് വേഗം കത്തുമല്ലോ, പക്ഷെ അതൊന്നും ശേഷം അത് നിലത്ത് ഒഴുകി. അപ്പം എന്തായി, പോകുന്നവരും രക്ഷപ്പെടുത്താനായിട്ട് പോകുന്നവരും ഒക്കെ വീണ് ആകെ അപകടം ഒക്കെ എന്താ കാരണമാണ്? തീൻ്റെ കാരണം. സോ ഇറ്റ്സ് വെരി ഡേഞ്ചറസ് ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, ആൻഡ് സോ ഇറ്റ് കോസസ് ഡിസ്ട്രാക്ഷൻ നോട്ട് ഓൺലി ടു തിങ്സ്, not only to the place there, but also to people and animals who are. ഇപ്പോൾ ആമസോൺ കാടുകൾക്ക് അത് തീപിടിച്ചിട്ട് കണ്ടില്ലേ, എത്ര ആനിമൽസാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്, വെന്ത് നടക്കുന്ന എന്തൊക്കെ ജീവികളെ നിങ്ങളവിടെ കണ്ടു. അപ്പം അതൊക്കെ എന്താണ്, അടിക്കാടിന് തീപിടിച്ചതാണ് അല്ലേ? ആ ഇഷ്ടംപോലെ പ്ലെയിൻസ്, മറ്റേ ഗ്രൗണ്ടിലുള്ള വാട്ടർ പിച്ചിട്ടിട്ട് ഒന്നും നിന്നുണ്ടായില്ല. എത്രയോ ദിവസങ്ങൾക്ക് ശേഷമാണ് അത് തീ കെടുത്താൻ നമുക്ക് കഴിഞ്ഞു. ഓക്കെ, just as 3 things are needed to start a fire, there are 3 main ways in which fire can be put out. And each one of the 3 things needed for burning is taken away. In the next paragraph, see, I told you in the beginning we need 3 things. What are they? Heat, then oxygen, then fuel. അപ്പോൾ ഇതിലുള്ള ഏതെങ്കിലും ഒന്ന് നമ്മൾ മാറ്റിയാൽ മറ്റേത് രണ്ടിനും മാത്രമായിട്ട് തീ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ് വിൽ ഡൈ ഓഫ്. അങ്ങനെയാണ് നമ്മൾ പ്രൊട്ടക്ഷൻ ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് ലെറ്റ് us see how it is done. Okay, burning is taken away. For example, we can take away the fuel. If a fire has no fuel to feed on, no burning can take place. We often let a fire die out simply by not adding more fuel to it. ഇങ്ങനെ എത്ര ടൈറ്റായിട്ട് നിങ്ങൾ പഠിക്കുന്നതിന് പകരം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അടുപ്പ് കത്തിക്കുന്ന ഒരു വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ചോറൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് അമ്മ എന്തിനാണ് ആ വിറകുപുള്ളി കൂടി വലിച്ചതെന്ന്? വിറകുപുള്ളി ഫ്യൂവലല്ലേ, അതും കൂടി വലിച്ചു കഴിഞ്ഞാൽ ബി ഫയർ? വെരി സിമ്പിൾ, നോ. അപ്പം ഈ ഒരു പാരഗ്രാഫ് ഇസ് ക്ലിയർലി അണ്ടർസ്റ്റുഡ്. അപ്പം നിങ്ങൾ ഫസ്റ്റ് തീ അണയ്ക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് യു ജസ്റ്റ് റിമൂവ് ദ ഫ്യൂവൽ. ഫ്യൂവൽ ഇതിൽ എന്തിലാവാം, കോളാവാം, എനിത്തിങ്, പെട്രോൾ, എനിത്തിങ്, കത്തുന്ന എന്ത് സാധനത്തിലും ആ ഫ്യൂവൽ കൊണ്ട് വലിച്ചു കഴിഞ്ഞാൽ മതി. The second way of putting out fire is to prevent oxygen from reaching it. No supply of oxygen means no fire. Small fires can be put out or smothered with a damp blanket or sack. Okay, this stops oxygen reaching the burning material. Sometimes carbon dioxide is used to extinguish fire. It does not allow oxygen to reach the burning material. But very simple. And a second way of putting out fire is by not allowing oxygen to reach it. എങ്ങനെയാണ്? വളരെ സിമ്പിളായിട്ട് നിങ്ങൾ സയൻസ് ടീച്ചേഴ്സ് എന്തായാലും ക്ലാസ്സിൽ കാണിച്ചിട്ടുണ്ടാവും. അപ്പം നമ്മളൊരു പേപ്പറോ എന്തെങ്കിലും കത്തിച്ചിട്ട് ഒരു പ്ലേറ്റിൻ്റെ മുകളിൽ വെച്ച് അതിൻ്റെ മുകളിൽ ഒഴിഞ്ഞ ഗ്ലാസ് എടുത്ത്, കുപ്പി ഗ്ലാസ് ആയിരിക്കില്ല എന്നാലല്ലേ നമുക്ക് കാണും, ഗ്ലാസ് എടുത്ത് അതിൻ്റെ മുകളിൽ വെച്ച് എന്ത് പറ്റും, 2 മിനിറ്റ് മാത്രം അത് കത്തും. കാരണം എന്താ, ആ ഗ്ലാസ്സിനുള്ള എയറിലെല്ലാം ഓക്സിജൻ കത്തുന്നത്. ബാക്കിയാവുമ്പോൾ എന്താവും, അത് കിട്ടും, എത്ര വലിയ തീയാണെങ്കിൽ കിട്ടും. അപ്പം സീ ദാറ്റ്സ് വാട്ട്, എന്താണ് ഓക്സിജൻ ഇല്ലാത്തത്. സോ ടു സ്റ്റോപ്പ് ഫയർ, ദ സെക്കൻഡ് തിങ് വി ക്യാൻ ഡു ഇസ് ഡോണ്ട് അലൗ
oxygen to come. അപ്പോൾ അങ്ങനെയാണ് തീയൊക്കെ ഗ്യാസിൻ്റെ മുകളിലൊക്കെ തീ പിടിച്ച ഉടനെ നനഞ്ഞ ചാക്കൊക്കെ ഇട്ടിട്ട്. അപ്പം നനഞ്ഞ ചാക്ക് എന്തിനാണ് ഇടുന്നതെന്ന് വെച്ചാൽ മറ്റ് ചെറിയ തുണിയൊക്കെ എടുത്ത് അതിൻ്റെ മുകളിലിട്ടാൽ അത് എളുപ്പം ജോബായി കത്തിപ്പോകും പിന്നെ. പക്ഷെ നനഞ്ഞ ചാക്കന്മാർ ടേക്സ് ടൈം. അപ്പം എന്താവും, ഇത് കെട്ടുപോകും. ഓക്കെ. Now, the third way of putting out fire is to remove the heat. If the temperature can be brought down by the flash point, the fuel stops burning. You blow on burning matchstick or candle to put out. In doing so, you remove the hot air around the flame, bringing down its temperature below the flash point, and the candle goes out. Sometimes water is sprayed on fire. It absorbs heat from the burning fuel and lowers the temperature. The blanket of water also cuts off the supply of oxygen and the fire is extinguished. ആ ഒരു പാരഗ്രാഫിൽ ഇത്തിരി ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ വഴി. See, we are keeping a burning candle here. അതിന് ഇനിയിപ്പോൾ ഈ വെളിച്ചത്തിൽ എനിക്ക് ബേണിംഗ് കാൻഡിൽ വേണ്ട. സോ ഐ എം ബ്ലോയിങ് ഔട്ട്. എന്തുകൊണ്ടാണ് ബ്ലോ ചെയ്യുന്നത്? ബ്ലോ ചെയ്യുമ്പോൾ കൂടുതൽ ഓക്സിജൻ കയറുകയല്ലേ എന്നാണ് നമ്മുടെ ഡൗട്ട്. പക്ഷെ ബ്ലോ ചെയ്യുമ്പോൾ എൻ്റെ വായിലുള്ള കാറ്റ് എന്തായിരിക്കും? തണുത്ത കാറ്റ് അല്ലേ? തണുത്ത കാറ്റ് ഈ കാൻഡിലിന് ചുറ്റുള്ളതാണെങ്കിൽ ചൂട് കാറ്റ്. കാരണം കാൻഡിൽ കത്തുന്നുണ്ടല്ലോ, കത്തുമ്പോൾ എന്തായാലും ചുറ്റുള്ള കാറ്റ് ചൂട് പിടിക്കും. അപ്പോൾ തണുത്ത കാറ്റ് വീശുമ്പോൾ എന്ത് ചെയ്യും? ഈ കിൻലിംഗ് ടെമ്പറേച്ചർ എന്താണെന്ന് നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞു. എന്ത് സാധനം കത്തണമെങ്കിലും ഓരോന്നിനും അതിൻ്റെതായ പ്രത്യേക ടെമ്പറേച്ചർ ഉണ്ട്. അപ്പോൾ ആ ടെമ്പറേച്ചർ എന്താവും? താവുമ്പോൾ എന്ത് പറ്റും? കാൻഡിൽ കിട്ടും. യു ഗോട്ട് ഇറ്റ്? ഓക്കെ. അതുപോലെ മാച്ച് സ്റ്റിക്കും ഇതൊക്കെ ഊതിക്കെടുത്തുമ്പോൾ എന്ത് പറ്റുന്നതെന്നാണ് ഇപ്പം മനസ്സിലാക്കുന്നത്. ദാറ്റ് യു ഹാവ് ടു ബി വെരി ക്ലിയർ. ഓക്കെ. ഓക്കെ. ഇനിയിപ്പം വെള്ളമാണ് നമ്മൾ ഏറ്റവും അധികം കാണാറ്. വെള്ളം എടുത്ത് കൊണ്ടുപോകാമെന്നല്ലേ എല്ലാവരും പറയുന്നത് രീതി പിടിച്ചോണ്ടേ. അപ്പോൾ ഉടനെ വെള്ളം എടുത്ത് വരുമ്പോൾ ഇതാണ് പറ്റുന്നത്. വെള്ളം തണുത്തതാണല്ലോ. അപ്പോൾ ഈ ചൂട് കുറയ്ക്കും. ചൂട് കത്തിക്കുമ്പോൾ എനിക്ക് കത്താൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല, ഇതിൽ ഏതെങ്കിലും ഒന്നും ഇല്ലെങ്കിൽ അതിന് കത്താൻ പറ്റില്ല. പിന്നെ അതുമല്ല, ഓക്സിജൻ എത്തുന്നതും കുറയ്ക്കും. കാരണം വായുവിലുള്ള ഓക്സിജൻ എത്തുന്നത് ഈ ബ്ലാങ്കറ്റ് പോലെയാവുമല്ലോ വെള്ളം വായു. അപ്പം ഓക്സിജൻ എത്തുന്നത് കുറയ്ക്കും. അങ്ങനെയാവുമ്പോൾ തീ കുറയും. ഓക്കെ. Some fires cannot be put out with water. If water is sprayed onto an oil fire, the oil will float to the top of water and continue to burn. This can be very dangerous because water can flow quickly, carrying the burning oil with it and spreading the fire. Water should not be used on fires caused by electrical appliances. The person spraying water might receive an electric shock and be killed. A carbon dioxide extinguisher is best thing to fight an electrical fire. Okay. അപ്പം നമ്മൾ വെള്ളം കൊടുക്കുമ്പോൾ ചില കാര്യങ്ങൾ സൂക്ഷിക്കണം. വൈ ഇസ് ഇറ്റ്? സി, ഓയിൽ നിങ്ങളിപ്പോൾ ഒരു ബീക്കറിൽ വെള്ളം എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു തുള്ളി എണ്ണ വെച്ച് നോക്കും. തുള്ളി എണ്ണ ആയാലും മതി, അത് ഹോൾ ബീക്കറിൽ മുകളിൽ ഇങ്ങനെ പാട പോലെ കിടക്കും. ദ സെയിം തിങ് ഹാപ്പൻസ്. അപ്പം അതിനൊന്ന് തീ പിടിച്ചിട്ട് നിങ്ങൾ കെടുത്താൻ നോക്കിയാൽ, ഇപ്പം അടുപ്പിൻ്റെ മുകളിൽ ഓയിൽ വെച്ചിട്ടുമ്പോൾ ചിലപ്പോൾ അമ്മമാർ മറന്നു പോകാം. അപ്പം അത് കുറച്ച് കഴിഞ്ഞ് നല്ലോണം ചൂട് പിടിച്ച് അത് കത്താൻ തുടങ്ങും. കത്തിയിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും? നമ്മൾ വെള്ളം അങ്ങനെ കുടഞ്ഞിട്ട് ഒന്നായിട്ട് അങ്ങനെ പാട് വെച്ചാൽ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അപ്പം അതിൻ്റെ കാരണമാണ്. ഇപ്പം ഓയിലുള്ള വാട്ടറിലാണെങ്കിൽ നമ്മളിപ്പം കടലിന് തീ പിടിക്കില്ല എന്ന് പറഞ്ഞാൽ കളിയാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നോക്കൂ, പെട്രോൾ ആണ് കടലിൽ ഒരു തുള്ളിയാണെങ്കിലും അതങ്ങ് ഒഴുകും അല്ലേ? വെള്ളം വേഗം ഒഴുകുന്നതിനനുസരിച്ച് തീ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഭാഗത്ത് സൗദിയിൽ മുമ്പുണ്ടായിരുന്നു. അത് ഇറ്റ് വാസ് ഷോൺ ഇൻ ടി വി ആൻഡ് ഐ എം ഷുവർ യു ഹാവ് സീൻ. സോ be careful when spraying water to put out fire. That is because water will move quickly. So it will take the oil also with it quickly. Then electric shock in the samayathu nammal vellam olikkan paadilla. Why is it? It conducts our electricity conduct edittu spray aarana vellam spray na avanu shock adikkum. That will happen alle. അപ്പം ബി വെരി കെയർഫുൾ. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജനാണ് നമുക്ക് തീ കത്താൻ വേണ്ടത്. അതിന് പകരം കാർബൺ ഡൈ ഓക്സൈഡ് സ്പ്രേ ചെയ്താൽ, ആ സ്പ്രേയർ നിങ്ങൾ കണ്ടിട്ടില്ലേ, ദാറ്റ്സ് അത് ചെയ്തിട്ട് ഓക്സിജൻ എത്തുന്നത് തടയും. അപ്പം എന്ത് ചെയ്യും? മിക്കവാറും തീ കുറയാനാണ് സാധ്യത. ഓക്കെ. നമ്മളെല്ലാ അതിലൊക്കെ കാണുന്നില്ലേ, സ്പ്രേയറിൽ അധികം കാർബൺ ഡൈ ഓക്സൈഡാണ്. We spend millions of rupees each year in fighting fires, as we spend more trying to
to find out new ways of preventing fires from happening and getting out of control. On the whole, we have learned rather well to control fire and put good use in our everyday life. Every year, ഒരു പ്രാവശ്യമെങ്കിലും ഇട്ടായിത്തൊരു തീ പിടിക്കാത്തൊരു ഈ 5 വർഷത്തിനിടയ്ക്ക് ഞാൻ കണ്ടിട്ടേ എല്ലാ വർഷവും 1-2 പ്രാവശ്യം തീ പിടിക്കാൻ തുടങ്ങിയിരിക്കും. And it is said because of the old wiring system കേട്, അങ്ങനെ അത് കൺട്രോൾഡ് അല്ലാത്തതുകൊണ്ട്, പ്രോപ്പർ അല്ലാത്തതുകൊണ്ട് ഇപ്പം കുറേയൊക്കെ മാറ്റമുണ്ട്. See, after that, I don't think there was a fire explosion day. Okay, so whatever it is, see, we spend millions of rupees. So now we have understood catching fire. മിസ്സിൻ്റെ തൊട്ട വീടിൻ്റെ അടുത്ത് ഈ ബീ ഹൈവ് ഉണ്ടായിരുന്നു. ഹണി ബീ, ചില ഹണി ബീസ് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളതാണ്, കുത്തിയാലൊക്കെ നമ്മൾ ആളുകളാണ്. അപ്പോൾ അപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, രാത്രി നേരത്താണല്ലോ ഇതിങ്ങനെ പറക്കൊന്നുമില്ല, ഇങ്ങനെ അതിൻ്റെ കൂട്ടിലായിരിക്കും, നമ്മളെ പോലെയൊക്കെ തന്നെ അത് റെസ്റ്റിങ്ങിലായിരിക്കും. അപ്പോൾ ആ സമയത്ത് ഇവർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ചിമ്മിണി ചുറ്റിയിട്ട് തീ കൊടുത്തിട്ട് ഇട്ടിട്ട് ഓടുക ചെയ്യുക. അപ്പോൾ എന്ത് പറ്റി, അതൊരു ലൈബ്രറി ആയിരുന്നു. ലൈബ്രറിയിൽ എത്രമാത്രം ബുക്സ് ഉണ്ടാവും, പേപ്പർ ഇറ്റ് വിൽ ബേൺ സോ ഈസി. സോ വാട്ട് ഹാപ്പൻസ്, അതിനെ അങ്ങനെ തീ പിടിച്ചു. 3 or 4 fire force came. ചെറിയൊരു തീയെ കൊടുത്തിട്ടുള്ളൂ, പക്ഷെ അതങ്ങ് പാടും. അപ്പോൾ എന്നിട്ടാണ് അത് കെടുത്തിട്ടുണ്ടായിരുന്നത്. ഭാഗ്യത്തിന് no much casualties was there. Okay, so you have to be, what I was telling us, while putting out fire also you have to be very careful. Long ago there weren't no firemen. When fire broke out, everybody became a firefighter. People found human change, they still do everywhere, and pass buckets of water from a well or pond to the blaze. Now there was laws about building construction which ensure that space is left between buildings to receive fires. Every new building, especially a public place, must ensure observance of fire prevention norms. Bands of firefighting workers with special equipment known as fire brigades are there to put out fires. Firefighters are highly trained people. They possess many skills. They cut off electricity supply, knock down dangerous walls, spray water and other materials to bring fire under control. They are also trained in first aid so that they can help people suffering from burns or from effects of smoke. Okay, but the last we are towards the end. So we have discovered how fire came in the beginning, how people felt it. Then what are the 3 things important? How to put out fire, and while putting out fire, what all dangers can happen. Next comes, see, there is a special brigade. പണ്ട് കാലത്തൊക്കെ ഒരു തീ പിടിച്ചിട്ടുണ്ടെങ്കിൽ നേരെ ഫയർഫോഴ്സിനെ വിളിക്കാനെന്നുള്ള കപ്പാസിറ്റി അതുണ്ടായിരുന്നില്ല. പിന്നെയല്ലേ അതൊക്കെ പറഞ്ഞു. സോ വാട്ട് ഡു പീപ്പിൾ ഡു? സി, ആളുകൾ നിരയായിട്ട് അങ്ങോട്ട് നിൽക്കും, എന്നിട്ട് ഓരോരുത്തരും വെള്ളം കോരി കൊണ്ടുവരുന്നതൊക്കെ പ്രാക്ടിക്കലല്ല. വേഗം 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 വലിയ കുടത്തിൽ വെള്ളം എടുത്തിട്ട് പാസ് ചെയ്യാതെ, എന്നിട്ട് അങ്ങനെയാണ് ദേ മേക്ക് ഫയർ ചെയിൻസ്. ഇപ്പം ഫയർ ബ്രിഗേഡിന് സ്പെഷ്യൽ പീപ്പിൾ ഉണ്ട്, സ്പെഷ്യലി ട്രെയിൻ. അപ്പോൾ അവർ നിങ്ങൾ ഫയർ കുക്ക് ചെയ്യാൻ മാത്രമല്ല അവരെ നമ്മൾ നോക്കേണ്ടത്, അവർക്ക് എല്ലാത്തിനും ട്രെയിനിങ് വേണം. കാരണം വൺസ് ഫയർ ബ്രോക്സ് എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ, ആ പുക കൊണ്ട് കുറേ പേര്, ഡൽഹിയിലുണ്ടായ ആക്സിഡൻറ്റിൽ അതല്ലേ പറ്റിയത്, ഫാമിലിയിലെ മുഴുവൻ പേര് മരിച്ചു പോയതിൻ്റെ കാരണം തീ പിടിച്ചിട്ടില്ല. അവരുടെ മേലൊന്നും തീ പൊള്ളിയതിൻ്റെ പാടല്ലാണ്, അവർക്ക് സഫോക്കേഷൻ കൊണ്ടാണ്. ആ പുക മൂടിയിട്ട് ശ്വാസം കിട്ടാതായി പോയിട്ടാണ് മരിച്ചത്. അപ്പം പെട്ടെന്ന് നമ്മൾ വല്ലതും ആ ഫസ്റ്റ് എയ്ഡ് പോലും ഇവർക്ക് ചെയ്യണം. അപ്പോൾ അവർ ചെറിയ തരത്തിലൊരു ഡോക്ടേഴ്സിന് ഇത് പഠിക്കണം, എന്നാലേ അവർക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനെങ്കിലും കഴിയും. അപ്പോൾ ദേ ആർ ട്രെയിൻഡ് ഇൻ ഓൾ ദാറ്റ്. പെട്ടെന്ന് ഭയങ്കരമായിട്ട് ബേൺസ് ഒക്കെ വന്ന് എന്ത് ചെയ്യണം, അല്ലാണ്ട് അവരുടെ കൂടെ നമ്മൾ നിലവിളിച്ചാൽ പറ്റുമോ? അപ്പോൾ ബേൺസ് പെട്ടെന്ന് വന്ന് എന്ത് ചെയ്യണം എന്നുള്ള ഇതൊക്കെ കൊടുത്തിട്ടേ അവരെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ട് കഴിയും. നിങ്ങൾ കണ്ടില്ലേ, സ്റ്റൗ പൊട്ടിത്തെറിച്ചൊക്കെ മരിക്കുമ്പം അവർ തീ പിടിച്ചിട്ടല്ല ശരിക്കും പറ്റും, പെട്ടെന്ന് ഈ പുക ഉള്ളിൽ കയറിയിട്ട് ലങ്സിനും ഇതിനും പ്രശ്നം ഉണ്ടായിരിക്കും, അവർക്ക് ശ്വാസം കിട്ടാതെയാണ് ഉണ്ടായിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. ദേ ആർ ട്രെയിൻഡ് ഫോർ, ഇപ്പോൾ അവരെ നമ്മൾ ഫയർ ബ്രിഗേഡ് തന്നെ വിളിക്കണം. ദേ ആർ ട്രെയിൻഡ് ഫോർ എവറിത്തിങ്. ഇത്ര നമ്മൾ ടി വിയിൽ തന്നെ അന്ന് ഇതൊക്കെ കാണിച്ചിട്ടുണ്ട്. അവർ ലാഡറിൻ്റെ മുകളിൽ വെച്ച് കയറി ജനലിനൊക്കെ ആദ്യം ബ്ലോക്ക് ചെയ്ത് ഔട്ട്ലെറ്റ്സിലൂടെ ഈ പീപ്പിളിനെ പുറത്തെടുക്കുക ചെയ്യും. കാരണം താഴെ നിലയിൽ നിന്ന് പെട്ടെന്നല്ല തീ മുകളിലേക്ക് കയറുക. അപ്പം അതിന് മുകളിലുള്ള ആളുകളെ വേഗം വേഗം ഇവാക്യുവേറ്റ് ചെയ്യാം, അല്ലേ? ഓക്കെ. പിന്നെ അതുപോലെ ഇലക്ട്രിസിറ്റി സപ്ലൈ ഉണ്ടെങ്കിൽ
പെട്ടെന്ന് അത് കിട്ടുന്നതല്ലേ, പിന്നെ എന്താ ഇലക്ട്രിക് ഷോക്ക് കൂടെ കൂടുതൽ വരും. ഓക്കെ. Discovery of fire and its uses helped early man to cope with the nature better and gradually adopt a settled mode of life. Fire is still worshipped in many parts of the world. Fire is indeed a friend, but as we know, it can be dangerous enemy once it gets out of hand. See, in the beginning, people were afraid of fire. Like primitive man, in tea, but some volcanoes are kind of idea. But gradually they understood you can tame fire. ഇപ്പോൾ ഒരു ഡോഗ് ഭയങ്കര ഫെറോഷ്യസ് ആനിമൽ ആണെങ്കിൽ നമ്മളതിന് പെറ്റായിട്ട് കൊണ്ടുനടന്ന് നമ്മളെ ഫ്രണ്ടായിട്ട് മാറും ഇല്ലേ? അതാണ്, അതുപോലെയാണ് ഇവരും. അപ്പോൾ മെല്ലെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരും. അപ്പം എന്നിട്ടും അതുപോലെ ഹിന്ദു ആചാരങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു മാരേജ്, ഒരു ഗൃഹപ്രവേശം, ദാറ്റ് ഇസ് ഹൗസ് വാമിങ്, അതിനൊക്കെ മുമ്പ് നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ തീ ഒരു പ്രധാന ഘടകമാണ് ആദ്യം തന്നെ. അപ്പം നമ്മൾ ഒരു ഒരു ഗോഡായിട്ടാണ് തീരെ കണക്കാക്കുന്നത്. ഹോൾ ത്രൂ ദ വേൾഡ് അങ്ങനെ തന്നെയാണ്. ഓക്കെ. അപ്പം എല്ലാവരുടെയും ദേ ആർ റെസ്പെക്ടിങ് ഗോഡ്. അപ്പം നമ്മൾ യു അണ്ടർസ്റ്റുഡ് വൈ ദിസ് ലെസൺ ടെൽസ് യു ഫയർ ഈസ് എ ഫ്രണ്ട് ആൻഡ് ആൻ എനിമി, ഫ്രണ്ട് ആൻഡ് ഫോർ, ആപ്റ്റ് ഹെൽപ്പിംഗ് അല്ലേ? ഫ്രണ്ടിനെ പോലെ എപ്പോഴും നമ്മളെ കൂടെ നിൽക്കാൻ, നമ്മളെ ഉന്നമനത്തിനൊക്കെ സഹായിക്കുമെങ്കിലും അയാളെ ശരിക്കും കൺട്രോൾ ചെയ്ത് നിർത്തിയിട്ടില്ലേ നമ്മളെ അത് നശിപ്പിക്കും. സോ ദിസ് ലെസൺസ് ചാപ്റ്റർ ഹെഡിങ് ഇസ് ആക്ച്വലി ആപ്റ്റ്. It's a friend and a foe. Thank you, children. That's all for now.